സാമൂന് അറിയത്തില്ല. ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ച് ഓടും. അങ്ങനെയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്നതാ ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും ഒടുവിൽ വിഭജിക അമ്മയ്ക്കയച്ച ഈ ഓഡിയോ സന്ദേശവും ചേർത്താണ് ബന്ധുക്കൾ പരാതി നൽകിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഷാർജയിലെ അൽ നഖദയിലെ ഫ്ളാറ്റിൽ വിഭജികയെയും മകൾ വൈഫവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭജികയും സ്വകാര്യ കമ്പനിയിലെ എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു നാളായി സ്വരച്ചേർച്ചയിലല്ലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രണ്ടുപേരും 2 ഫ്ളാറ്റുകളിലായിരുന്നു താമസിച്ചത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവായ നിതീഷ് വിഭജികയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. വിവാഹമോചനത്തിന് വിഭജികയ്ക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്ന് അമ്മയെ അറിയിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശവും ഇവർ പുറത്തുവിട്ടു. പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരുന്നു പീഡനം അസഹ്യമായതെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇവർ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്.